പോലീസിൽ സംഘപരിവാരവൽക്കരണം ഉണ്ടെന്ന ശക്തമായ വിമർശനം ഉയരുന്ന ഘട്ടത്തിലാണ് അത്തരം പശ്ചാത്തലമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നു എന്ന ആരോപണം ഉയരുന്നത്. അജിത് കുമാറിനെതിരായ പരാതിയിൽ കടുത്ത നടപടിയെടുക്കാതെ താക്കീത് നൽകി കേസ് അവസാനിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുൻ DGPയുടെ റിപ്പോർട്ട് പുനഃപരിശോധിച്ച നിലവിലെ DGP റവാഡ ചന്ദ്രശേഖർ പുതിയ ശുപാർശയും നൽകിയതായാണ് അറിയുന്നത്. അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റിയതിനാൽ സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടി വേണ്ട എന്നാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. പുതിയ ശുപാർശ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് സർക്കാരിന് നിലവിലെ DGP റവാഡ ചന്ദ്രശേഖർ നൽകിയിട്ടുമുണ്ട്. അതനുസരിച്ച് അജിത് കുമാറിനെതിരായ നടപടി തൽക്കാലം താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിക്കുന്നിടത്തേക്ക് എത്തും. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെതിരെ അങ്ങനെയെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന് ഉറപ്പ്. തൃശൂർ പൂരം കലക്കിയതിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്നും ഇത് BJPയെ സഹായിക്കാനായിരുന്നു എന്നുമുള്ള കടുത്ത ആരോപണമാണ് അജിത് കുമാറിനെതിരെ ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ടും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും മുൻ DGP ദർവേഷ് സാഹിബ് സമർപ്പിച്ച 2 റിപ്പോർട്ടുകളാണ് മടക്കിയത്. അതായത് ഇത്തരത്തിലൊരു നടപടി അധികം കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടാണ് തങ്ങൾക്ക് ഹിതകരമല്ല എന്ന പേരിൽ സർക്കാർ മടക്കി അയക്കുന്നത്. എന്നിട്ട് ഇതേ റിപ്പോർട്ടിൽ പുതിയ അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിടുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇതുവഴി സർക്കാർ എന്ത് സന്ദേശമാകും പൊതുജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതും സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഉദ്യോഗസ്ഥൻ, അയാളെ തന്നെ സംരക്ഷിക്കാൻ സർക്കാർ നേരിട്ടിറങ്ങുന്നതിന്റെ അന്തപുര രഹസ്യമാണ് മനസ്സിലാകാത്തത്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJPക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തെന്ന ആരോപണം അജിത് കുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ ഉയരുന്നുണ്ട്. തൃശൂർ പൂരം കലക്കിയത് BJPക്ക് വേണ്ടിയാണ് എന്നും അതിന് നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ് എന്നും പൊതുവെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടായിരുന്നു. അതിനു മുൻപ് RSS നേതാവ് ദത്താത്രേയയുമായി കൂടിക്കാഴ്ച നടത്തിയതും വലിയ വിവാദമായി. അത്തരത്തിൽ സംഘപരിവാറുമായും തീവ്ര വലതുപക്ഷവുമായും ബന്ധമുണ്ട് എന്ന് ആരോപണമുയരുന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുന്നത് CPMന്റെ നൈതികതയ്ക്ക് എത്രത്തോളം ചേർന്നതാണ് എന്ന ധാർമ്മികതയുടെ ഒരു വശം കൂടി വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷം ചേരാൻ പാടില്ലാത്ത പോലീസുകാർ പക്ഷം ചേരുന്നതിന്റെ ധാർമ്മികതയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടും. അതിനൊക്കെ മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എങ്കിലും തന്റെ സ്വന്തം വകുപ്പിൽ പിണറായിക്ക് വലിയ നിയന്ത്രണം ഒന്നുമില്ല എന്ന ആക്ഷേപം നേരത്തെ ഉയരുന്നുണ്ട്. അതിന് നിദാനമാണ് പല സംഘപരിവാർ നേതാക്കളും വർഗീയ പരാമർശങ്ങൾ നടത്തിയപ്പോഴും പിണറായി വിജയന്റെ പോലീസ് കേസ് എടുത്തില്ല എന്നത്. LDFുമായി തെറ്റിപ്പിരിഞ്ഞ് പുറത്തുപോയ PV അൻവർ പുറത്തു പോകുന്നതിനും ഏറെ മുൻപേ ആരോപിച്ചിരുന്ന ഒരു കാര്യവും ഇതാണ്. അജിത് കുമാറിന്റെ സംഘപരിവാർ ബന്ധം, മലപ്പുറം പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന്റെ ചില ഇടപെടലുകൾ, ഇവയെല്ലാം അൻവർ അന്ന് തന്നെ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയതാണ്. അന്ന് അൻവറിനെ ആക്രമിക്കാൻ മുന്നിൽ നിന്ന CPM അണികൾ എന്ത് നിലപാടാണ് സമൂഹത്തിന് മുന്നിൽ വെക്കുന്നത് എന്ന് ചോദിച്ചാൽ എക്സൈസിലേക്ക് അജിത് കുമാറിനെ മാറ്റിയില്ലേ, പിന്നെ എന്താ എന്ന മറുചോദ്യം ഉയരും. എക്സൈസിലേക്ക് അജിത് കുമാറിനെ മാറ്റിയെങ്കിലും ഇതൊന്നും അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള നടപടിക്ക് ന്യായീകരണമാകുന്നില്ല. സംഘപരിവാറുമായും BJPയുമായും CPMന് ബന്ധമുണ്ട് എന്ന ആരോപണം ശരിവെക്കുകയല്ലേ അജിത് കുമാറിനെ പോലുള്ളവരെ സഹായിക്കുന്ന നിലപാടുകൾ എന്ന് ആരെങ്കിലും സംശയമുന്നയിച്ചാൽ തെറ്റൊന്നും പറയാനാകില്ല. പോലീസ് കൂടുതലായി സംഘപരിവാർ വൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഉയരുന്ന വിമർശനമാണ്. ഈ സാഹചര്യത്തിൽ സംഘപരിവാറുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനെ വീണ്ടും വീണ്ടും സംരക്ഷിക്കുന്നത് വഴി എന്താണ് സർക്കാർ നൽകുന്ന സന്ദേശമെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. CPM BJP ബാന്ധവം ശക്തിപ്പെടുത്തുകയാണോ ഇതെന്നും സംശയമുയരുന്നുണ്ട്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ ആവശ്യപ്രകാരമാണ് മുൻ DGPയുടെ റിപ്പോർട്ട് പുനഃപരിശോധിച്ചത്. പുതിയ ശുപാർശ സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട്. അതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ADGP MR അജിത് കുമാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ തെളിവില്ലെന്നും വസ്തുതകൾ വിലയിരുത്താതെയാണ് ക്ലീൻ ചിറ്റ് റദ്ദാക്കിയത് എന്നുമാണ് ഹർജിയിലെ പ്രധാന വാദം. അജിത് കുമാറിനെതിരെ ഉയർന്ന പരാതികൾ തള്ളി ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ റിപ്പോർട്ടായിരുന്നു പ്രത്യേക വിജിലൻസ് കോടതി നേരത്തെ റദ്ദാക്കിയത്. റിപ്പോർട്ട് നന്നായി വായിച്ചുപോലും നോക്കാതെയും അതിലെ വിവരങ്ങൾ മനസ്സിലാക്കാതെയുമാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന തുടങ്ങി നിരവധി ആരോപണങ്ങളായിരുന്നു ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ചത്.